ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ കൊട്ടാരക്കര BJP ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന IPC 152 പ്രകാരം രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ ജീവപര്യന്തം വരെയും ഈ പറയുന്ന ജയിൽ ശിക്ഷ നേരിടേണ്ട ഒരു കംപ്ലൈന്റ് ആണ് അഖിൽ മാരാറിനെതിരെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഇതിന്റെ ഈ ഒരു കേസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ പറയുന്ന BJP ഏരിയ കമ്മിറ്റി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അഖിൽ മാരാർ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് നാട് വിട്ടു, അല്ലെങ്കിൽ ഒളിച്ചോടി എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഫോൺ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ടും അഖിൽ മാരാറിനെ കണ്ടെത്താൻ നോക്കിയിട്ടും ഇതുവരെ യാതൊരു അപ്ഡേറ്റുകളും കിട്ടിയിട്ടില്ല. അഖിൽ മാരാർ എവിടെയാണെന്നുള്ള കേസ് അറിയില്ല. അതുപോലെ തന്നെ ഒരു ജാമ്യം കിട്ടുന്നത് വരെയും ഒളിച്ചു താമസിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അഖിൽ മാരാർ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ IPC 152 പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഖിൽ മാരാറിന് അതിൽ നിന്ന് ഈ പറയുന്ന ഒരു ജാമ്യം ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഈ IPC 152 പ്രകാരം ഒരു കേസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഒരു സഖ്യരാജ്യമായിട്ടുള്ള ആ ഒരു രാജ്യത്തിന് പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് ആയുധവും സ്വത്തും സമ്പത്തൊക്കെ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സർക്കാരും രാഷ്ട്രീയക്കാരൊക്കെയാണെന്നാണ് നമ്മുടെ മോദി സാറിനെ, പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി സാറിനെ കോട്ട് ചെയ്താണ് ഈ പറയുന്ന ആർഗ്യുമെന്റും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ ഒരു ഫേസ്ബുക്ക് ലൈവിൽ ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അഖിൽ മാരാർ പറയുന്ന പല കാര്യങ്ങളെയും യോജിച്ചുകൊണ്ടും അനുയോജിച്ചുകൊണ്ടും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പറയുന്ന അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ 5ന് ശേഷം ഏതൊരു പ്രോഗ്രാമുകളിൽ, ഏതൊരു ഇന്റർവ്യൂലായിക്കോട്ടെ, ഒരു സ്റ്റേജ് പ്രോഗ്രാമുകളിലായിക്കോട്ടെ, അവിടെ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടൊരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കെതിരെ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടി ഉൾപ്പെട്ട് സംസാരിക്കുന്ന രീതിയിൽ, ഒരു പാർട്ടി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും അഖിൽ മാരാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അഖിൽ മാരാർ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു പറയണമായിരുന്നു. കാരണം ഒരു വലിയൊരു അബദ്ധം തന്നെയാണ് അഖിൽ മാരാറിന് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നാടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയെ പറ്റി ഇത്തരത്തിലൊരു കാര്യം പറയുന്ന സമയത്ത്, അല്ലായെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സർക്കാരാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി അഖിൽ പറയുന്നൊരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അഖിലിന്റെ റിട്ടയർഡ് ആയിട്ടുള്ള പട്ടാളക്കാരായിട്ടുള്ള സൈനികർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അഖിലിനോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ അഖിലിന്റെ കൂട്ടുകാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അഖിൽ മാരാറിനോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് അഖിൽ മാരാർ ഇപ്പോൾ നാട്ടിലെങ്ങും ഇല്ല. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് താൻ ഓൺലൈൻ ഒന്നും വരാതെ മുങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുന്ന സമയത്ത് യാതൊരു അപ്ഡേറ്റുകളും ഇതുവരെ അഖിൽ മാരാറിനെ ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന BJP ഏരിയ കമ്മിറ്റി പ്രസിഡന്റിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് തെറ്റായി പോയി, കേസ് ഇല്ലാതാക്കണം, കേസ് എടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതായിട്ടൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അഖിൽ മാരാർ ഈ ഒരു സമയത്ത് നാട്ടിലെങ്ങും ഇല്ല, മുങ്ങിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കേസിന്റെ ഏത് വഴിക്ക് ഇത് പോകുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇനി ഇത്രയും നാള് ജീവിച്ചിരുന്നത് പോലെ അഖിൽ മാരാറിന് അത്ര എളുപ്പമായിരിക്കില്ല പല കാര്യങ്ങളും. അഖിൽ മാരാർ നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയിച്ചപ്പോൾ ഇതിന് 50 ലക്ഷം രൂപ അതിന്റെ സമ്മാനമായിട്ടും പിന്നീട് ഒരുപാട് കാശ് അഖിൽ മാരാർ ഈ പറയുന്ന ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് വഴിയും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ വഴിയും അങ്ങനെ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള എവിഡൻസ് ആണ് നമ്മുടെ അഖിൽ മാരാർ വാങ്ങിക്കൂട്ടുന്ന കാറുകളും വീടുകളും അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി ഷോപ്പൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഖിൽ മാരാർ സ്വന്തമാക്കിയത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന ആ ഒരു വേദിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒരു രാജ്യദ്രോഹി എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു 152 BNS എന്ന് പറയുന്ന ഒരു കേസ് അഖിൽ മാരാർക്കെതിരെ വന്ന സാഹചര്യത്തിൽ ഇനി ഈ പറയുന്ന പുറം രാജ്യത്തൊക്കെ പോകാനായിട്ട് തീർച്ചയായിട്ടും അഖിൽ മാരാറിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്തരത്തിൽ 152 BNS എതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനോ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതൊക്കെ യൂസ് ചെയ്യാനോ, ഇതൊക്കെയായിരുന്നു അഖിൽ മാരാറിന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇനി മുന്നോട്ട് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കേസൊക്കെ നമുക്ക് ഒരിക്കലും ഈ ഒരു സമയത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കേസ് എവിടെ ചെന്ന് നിൽക്കുമെന്നോ, എത്ര നാൾ അഖിൽ മാരാർ ഇനി ഇതിന്റെ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നോ
യാതൊരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു അഖിൽ മാരാർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പാർട്ടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ആർഗ്യുമെന്റ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോ ഒരിക്കലും BJP ഏരിയ കമ്മിറ്റി ഇതിന്റെ ആ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ പിൻവലിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നില്ല. തീർച്ചയായിട്ടും അഖിൽ മാരാറിന് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഫോണും അതുപോലെ തന്നെ യാതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കാതെ ഏതൊക്കെയോ ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചു താമസിക്കുകയാണ്. ഇനി അവിടെ നിന്ന് അഖിൽ മാരാറിനെ ഡീകോഡ് ചെയ്ത് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു കേസിൽ എന്തായിരിക്കും അഖിൽ മാരാറിന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്